ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടീസിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 മതി. എൻ്റെത് അത്ര വലുപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം സൈസിൽ 3 കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഫോർക്കോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്. കട്ട ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിത് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് വേഗം മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒരു ചപ്പാത്തി മാവിൻ്റെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഇതിൽ ചേർക്കുന്ന മസാലപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി മാത്രം ചേർത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇനി നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. പൊടി ആദ്യം ഇങ്ങനെ മിക്സ് ആവാത്ത പോലെ ഉണ്ടാവും, പക്ഷേ നമ്മൾ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിൽ നമുക്കായിട്ട് കിട്ടും. അഥവാ 1/4 കപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് പോരാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂണും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. കാരണം ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത് മാറ്റം വരാം. അപ്പോൾ ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ചപ്പാത്തി മാവ് കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കണ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഷേപ്പാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉരുളകൾ എടുത്തിട്ട് നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഏകദേശം ഒരു കുറുക്കുറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഷേപ്പ് പോലെ വിരലി വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. വിരലി വെച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് കട്ടിയിലും ചെയ്യേണ്ട, കുറച്ച് തിന്നായിട്ട് എന്നാൽ ഒരുപാട് തിന്നുമല്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് വേഗം ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ കുറച്ച് സമയം വേണ്ടുള്ളൂ നമുക്കിത് ചെയ്യാൻ. പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചായയൊക്കെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊരു സിബ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മളിതിപ്പോൾ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്യരുത്. തീ കറക്റ്റ് എന്താ പറയുക, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് വേവാനൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അത് മാത്രമല്ല ഫ്ലെയിം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ മാക്സിമം കുഴച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതേ കുറേ എണ്ണ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് കൊടുക്കരുത്, കാരണം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയല്ലേ. ഇത്തിരി ഒരു സൈഡ് ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ 2 സൈഡ് നല്ലപോലെ മുരിഞ്ഞ് നല്ല കളർ വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക, കാരണം കുറച്ച് ഓയിൽ ഉണ്ടാവും. എന്തായാലും ടിഷ്യൂ പേപ്പറിൽ ഇടുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ നമുക്കത് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. കുട്ടീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടേയില്ല, പ്ലേറ്റ് തീരുന്നത് അറിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ചധികം നേരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ വീഡിയോ കുറേ നേരം കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.